പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് എന്നെ ഏറ്റവും സ്പർശിച്ച വചനഭാഗം, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്ത്, അത് വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. നല്ല മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഈ നല്ല മണ്ണ് ആദ്യം അത് നല്ല മണ്ണാക്കണം. രണ്ടാമത് അത് നല്ല മണ്ണായി നിലനിർത്തണം. അപ്പം ആദ്യത്തെ ക്ലീനിങ് പ്രോസസ്സ് ഒത്തിരി ബുദ്ധിമുട്ടേറിയതാണ്. കാരണം കല്ലും മുള്ളും ഒക്കെ പിടിച്ചു കിടക്കുന്ന ഒരു കൃഷിയിടം, അല്ലെങ്കിൽ ആദ്യമായി കൃഷി ഇറക്കുന്ന ഒരിടം, അത് കൃഷിയോഗ്യമാക്കാൻ അത് ഉഴുത് മറിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം. അതേസമയം നമ്മൾ കൃഷിയെ ഇറക്കിക്കഴിഞ്ഞ് വിത്ത് പാകിക്കഴിഞ്ഞ് അതിൻ്റെ വിളവ് വന്നു കഴിഞ്ഞ് 2-ാം വട്ടവും 3-ാം വട്ടവും ഒക്കെ കൃഷി ഇറക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതേസമയം ഈ കൃഷിഭൂമിക്ക് നിരന്തരമായ പരിചരണം ആവശ്യമാണ്. അതിന് ആവശ്യത്തിന് വളവും കളകൾ പറിക്കലും എല്ലാം നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും കൃഷിക്ക് അനുയോജ്യമല്ലാതായി തീരും. ഇവിടെ ഈ വചനത്തിൽ പ്രതിപാദിക്കുന്നത് നല്ല മണ്ണിൽ വീണ വിത്ത്. അത് എന്തിനോടാണ് ഉപമിക്കുന്നത്? വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് നല്ല മണ്ണിൽ വീണ വിത്ത് എന്ന ഉപമ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഹൃദയമാണ് മണ്ണ്. നമ്മുടെ ഹൃദയം ആദ്യം ഉഴുതു മറിച്ച് വെടിപ്പാക്കേണ്ടിയിരിക്കുന്നു. എല്ലാവിധ അശുദ്ധിയിൽ നിന്നും മാറിപ്പോകാൻ, എല്ലാവിധ അശുദ്ധിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ അതിനുശേഷം ആ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഒരു നല്ല കുമ്പസാരവും നിരന്തരമായ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കലും വിശുദ്ധ കുർബാന സ്വീകരിക്കലും, അതേസമയം ഈ നിരന്തരം അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആ വചനത്തെ സ്വീകരിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി വരുമ്പോൾ ഈ വചനം നമ്മളിൽ വേരൂന്നുകയും നമ്മൾ ഒത്തിരി ഫലം പുറപ്പെടുവിക്കുന്നവർ ആയിത്തീരുകയും ചെയ്യും. ഇത് പല ജീവിത ജീവിതത്തിലൂടെ നമ്മളിത് സാക്ഷ്യപ്പെട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ എത്രയൊക്കെ കഠിന പ്രയത്നം ചെയ്താലും ഒന്നും ലഭിക്കാതെ നിരാശരായി പോകുന്ന അവസരങ്ങൾ. അതേസമയം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിനെ കൂട്ടുപിടിച്ച് എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്ന് മോചിതനായി കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നോക്കി നമ്മൾ ആഹ്ലാദിക്കും. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, ക്രിസ്തു അനുയായികൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിനാൽ നയിക്കപ്പെടുന്നവർക്ക് എങ്ങനെയാണ് സങ്കടത്തിലിരിക്കാൻ സാധിക്കുക? അവിടെ നമ്മൾ നമ്മുടെ മാതാവിൻ്റെ വചനങ്ങൾ, അതായത് കന്യക ഗർഭം ധരിക്കുന്ന ആ അവസരത്തിൽ മാലാഖ വന്ന് പറയുകയാണ്, കന്യകയെ നീ ഗർഭം ധരിക്കും, ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ മാതാവ് എപ്പോഴും അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും നമ്മുടെ ഹൃദയത്തിലെ കല്ലുകൾ പെറുക്കി കളയുവാനും തടിക്കഷ്ണങ്ങൾ, നമ്മുടെ ആന്തരിക മുറിവുകൾ കർത്താവിനെ തുറന്ന് കാണിച്ചു കൊടുക്കുകയും കർത്താവിൻ്റെ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് ആന്തരിക സൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതാണ് യഥാർത്ഥ ക്രിസ്തു ജീവിതം, ക്രിസ്തു മാർഗം. ഈ ഒരു സന്തോഷത്തിലേക്ക്, ഈ ഒരു ആനന്ദത്തിലേക്ക് കർത്താവ് നമ്മളെ എല്ലാവരെയും വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലമൊരുക്കുക, ഹൃദയ പരിശുദ്ധി ഉള്ളവരായി തീരുക. തന്നെത്താനെ ഇരുന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ സ്വയം കണ്ടുപിടിക്കുക, പശ്ചാത്തപിക്കുക, ഒരു നല്ല കുമ്പസാരം നടത്തുക, വിശുദ്ധ കുർബാന പറ്റുമെങ്കിൽ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, പിതാവിനെ സ്വീകരിക്കുക. അവൻ നമുക്ക് സൗഖ്യം നൽകും, സന്തോഷം നൽകും. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വന്തം ജീവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, അതേസമയം എന്നെ പ്രതി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടും. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിക്കാം. നമുക്ക് കർത്താവിനെ പ്രതി നമ്മുടെ ജീവിതത്തെ നമുക്ക് നഷ്ടപ്പെടുത്താം. അപ്പോൾ അവൻ നമ്മുടെ ഈ പാപപങ്കിലമായ ദുഃഖപൂരിതമായ നിരാശകളിലും ഡിപ്രഷനിലുമൊക്കെ വീണു പോകുന്ന നമ്മുടെ ജീവിതത്തെ അവൻ വീണ്ടും സൗഖ്യം നൽകി ജീവനുള്ളതാക്കും. ഈ ഒരു വിവേകത്തിലേക്ക്, ഈ ഒരു തുറവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്, എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾ യഥാർത്ഥ സന്തോഷവും സമാധാനവും ആസ്വദിക്കണം. ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം എന്ന് കർത്താവ് നമ്മളോട് പലവട്ടി വചനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് വചനത്തെ
മുറുകെ പിടിക്കാം. ആബാ പിതാവിനെ നമ്മുടെ ജീവിതത്തെ പരമേൽപ്പിക്കാം. നിരന്തരം നമ്മുടെ മനസ്സിലെ കളകൾ നമുക്ക് പറിച്ചെറിയാം. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ.